ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 84. സമന്തപഞ്ചകയാത്ര. ക്വചിതതപനോപരാഗകാലേ പുരിനിദതത്കൃതവർമ്മ കാമസൂനു യദുകുലമഹിളാവൃതസുധീർത്തം സമുപഗതോസി സമന്തപഞ്ചകാഖ്യം. പിന്നീട് അങ്ങ് ഒരു സൂര്യഗ്രഹണകാലത്ത് ദ്വാരകാപുരിയിൽ കൃതവർമാവിനെയും അനിരുദ്ധനെയും രക്ഷയ്ക്കായി നിർത്തിയിട്ട് യാദവന്മാരോടും സ്ത്രീകളോടും കൂടി സമന്തപഞ്ചകമെന്ന് പേരാർന്ന പുണ്യതീർത്ഥത്തിലേക്ക് എഴുന്നള്ളുകയുണ്ടായി. ബഹുതരജനദാഹിതായ തത്ര ത്വമപി പുനൻ വിനിമച്യ തീർത്ഥതോയം ദ്വിജകുലമരിഭുക്തവിത്തരാശി സമമിളഥാ കുരു പാണ്ഡവാദിമിത്രൈ. അങ്ങയും അവിടെ അനേകമനേകം ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി യഥാവിധി സ്നാനം ചെയ്തു തീർത്ഥജലത്തെ പരിശുദ്ധീകരിക്കുന്നവനായി ബ്രാഹ്മണർക്കെല്ലാം മതിയാവോളം ധനം വാരിക്കോരിക്കൊടുത്തു കൗരവന്മാർ പാണ്ഡവന്മാർ മുതലായ മിത്രങ്ങളുമായി സമ്മേളിച്ചു. തവ ഖലു ദൈതാജനൈ സമേത ദ്രുപദസുധാ ത്വയി ഗാഢഭക്തിഭാരാ തദുദിത ഭവതാ ഹൃദി പ്രകാരൈരതിമുമുദേ സമമന്യഭാമിനീഭീ. അങ്ങയിൽ സ്ഥിരഭക്തിയുള്ള പാഞ്ചാലി അങ്ങയുടെ പത്നീജനങ്ങളുമായി സമ്മേളിക്കുകയും അവരെ അങ്ങ് അപഹരിച്ച കഥകൾ അവരിൽ നിന്നു തന്നെ കേട്ടു മറ്റു സ്ത്രീകളോടുകൂടി അതിയായി ആനന്ദിക്കുകയും ചെയ്തു. തദനുച ഭഗവൻ നിരീക്ഷ്യ ഗോപാനദികുതുകാതുപഗമ്യമാനയിത്വാ ചിരതരവിരഹാതുരാംഗരേഖാ പശുഭവധൂ സരസം ത്വമന്വയാസി. ഹേ ഭഗവാനെ, അനന്തരം അങ്ങ് ഗോപജനങ്ങളെ കണ്ട് സന്തോഷഭരിതനാകുകയും അവരുടെ അരികിലിണഞ്ഞ് ആദരസൽക്കാരങ്ങൾ ചെയ്യുകയും ചെയ്തു. ചിരകാല വിരഹത്താൽ ദുഃഖിതകളായി മെലിഞ്ഞ ശരീരത്തോടു കൂടിയ ഗോപസ്ത്രീകളെ അനുഗമിച്ചുകൊണ്ട് അങ്ങ് സന്തോഷപൂർവം ഏകാന്ത സ്ഥലത്തേക്ക് പോയി. സപതിജ ഭവദീക്ഷണോത്സവേന പ്രമുഷിതമാനഹൃദാനിദംബിനീനാം അതിരസപരിമുക്തകഞ്ജുളീകേ പരിചയഹൃദ്യതരേ കുജേനലൈഷീ. അങ്ങയുടെ ദർശനത്താൽ കോപവും മാനവും നശിച്ച ഹൃദയത്തോടുകൂടിയ ആ ഗോപസ്ത്രീകളുടെ അനുരാഗാധിക്യത്താൽ കഞ്ചുളീകമഴിഞ്ഞു വീണതും പഴയകാലത്തെ പരിചയം മൂലം പ്രിയപ്പെട്ടവയുമായ സ്തനങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങ് അവരിൽ ലയിക്കുകയും ചെയ്തു. രിഭുജനകലഹൈ പുനഃപുനർമേ സമുപഗതൈര്യദീ വിളംബനാഭൂത് ഇതി കൃതപരിരംഭണേ ത്വയിദ്രാഗതി വിവശാ ഖലു രാധികാ നിലില്യേ. വീണ്ടും വീണ്ടും വന്നു ചേർന്ന ശത്രുക്കളുമായുള്ള യുദ്ധം നിമിത്തമാണ് എനിക്ക് ഭവതിയുടെ അടുത്ത് വരാൻ കാലതാമസം നേരിട്ടത് എന്നു പറഞ്ഞ് അങ്ങ് ആലിംഗനം ചെയ്തപ്പോൾ രാധാദേവി പെട്ടെന്ന് അത്യന്തം പ്രേമപരവശയായി തന്നെ അങ്ങയിൽ ലയിച്ചു. അപഗത വിരഹ വ്യദാസ്ഥദാത രഹസി വിധായ ദദാത തത്വബോധം പരമസുഖജിതാത്മഗോഹമാത്മീയുദയതു വാ സ്ഫുടമേവ ചേതസീതി. ആ അവസരത്തിൽ ഏകാന്തതയിൽ വെച്ച് ആ ഗോപികളുടെ വിരഹദുഃഖമെല്ലാം അകറ്റി പരമാനന്ദ പ്രകാശസ്വരൂപനായ ഞാനാകുന്നു സർവജീവജാലങ്ങളുടെയും ആത്മാവ്,
സർവന്തര്യാമി എന്ന ബോധം നിങ്ങളുടെ മനസ്സിൽ സ്പഷ്ടമായി ഉദിക്കട്ടെ എന്നീ പ്രകാരം തത്വജ്ഞാനം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. സുഖരസപരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശൈ സമഭവതമുദ പരം തു താസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്ത. പണ്ട് ഉദ്ധവന്റെ ഉപദേശങ്ങളാൽ ഗോപികമാർ വിരഹവ്യഥ അല്പമായ ആനന്ദം കലർന്നതായി തീർന്നിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ഉപദേശം കൂടി കേട്ടപ്പോൾ അങ്ങയെക്കുറിച്ചുള്ള അവരുടെ ചിന്ത വിശിഷ്ടമായ പരമാത്മസുഖത്തോടു ചേർന്നതായി തീർന്നു. മുനിവരനിവഹൈസ്തവാദപിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈ ത്വയി സതി കിമിദം ശുഭാന്തരൈരീത്യുരുഹസിതൈരഭിയാജിതസ്തദാസൗ. അനന്തരം അങ്ങയുടെ പിതാവ് ദുരിതശാന്തിക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ശുഭകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യാസനാരദാദി മഹർഷിമാരോട് ചോദിച്ചു. അവർ ജഗദീശ്വരനായ അങ്ങ് പുത്രനായിരിക്കെ മറ്റു ശുഭകർമ്മങ്ങളെ കൊണ്ടുള്ള ഈ ദുരിതശമന പ്രാർത്ഥന എന്ത് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുവെങ്കിലും ഈ അവസരത്തിൽ ഈ വസുദേവരെ കൊണ്ട് യാഗം ചെയ്യിച്ചു. സുമഹദിയജനേ വിദായമാനേ പ്രമുദിതമിത്രജനേ സഹൈവ ഗോപാ യദുജനമഹിതാസ്ത്രീമാസമാത്രം ഭവതനുശങ്കരസംഭുരേവ ഭേജു. ആനന്ദഭരിതരായ ബന്ധുമിത്രാദികളോട് ചേർന്ന് ഉത്കൃഷ്ടമായ യാഗം നടന്നുകൊണ്ടിരിക്കെ അവർ ഗോപന്മാരോടുകൂടി വസിക്കുകയും യാദവന്മാരാൽ പൂജിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് 3 മാസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യമാകുന്ന ഉത്കൃഷ്ടാനന്ദം പഴയ പോലെ ആസ്വദിച്ചു. വ്യപഗമസമയേ സമേത്യ രാധാം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദാം പ്രമുദിതഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മാം ഗതേഭ്യ. വേർപിരിയുന്ന സമയത്ത് രാധയെ സമീപിച്ച് ഗാഢമായി ആലിംഗനം ചെയ്ത് അവൾ ദുഃഖമെല്ലാം അകന്നവളായിരിക്കുന്നു എന്ന് കണ്ടിട്ട് തികച്ചും സന്തുഷ്ടചിത്തനായി അവിടുന്ന് ദ്വാരകാപുരിയിലേക്ക് മടങ്ങി. ശ്രീ ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള അങ്ങ് എൻ്റെ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.